അത് അടിമയായി പോകുന്നു അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിന് ഉദാഹരണമായി പറഞ്ഞ കാര്യങ്ങളാണ് ഇവയൊക്കെ. അതിൽ ഈ താരിഫ് കുറച്ചു കൊടുത്ത കാര്യവും ഇലക്ട്രിക് വാഹനങ്ങളുടെ താരിഫ് കുറച്ചു കൊടുത്ത കാര്യവും വന്നിട്ടുണ്ട്. അതും കോൺഗ്രസിന്റെ ഒരു ആരോപണമാണ്. ഈ അമേരിക്കയുടെ അടിമയായി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ശ്രീ റോണി കെ ബേബി ഒരു ചെറിയ ചരിത്രം ഓർമ്മിപ്പിക്കാം. 1970 ഇന്ദിരാഗാന്ധി അവിടെ പ്രധാനമന്ത്രിയായിരിക്കെ അവിടെ അമേരിക്കയിൽ വിസിറ്റിന് പോയപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വൈറ്റ് ഹൗസിന്റെ സ്വീകരണ മുറിയിൽ റിച്ചാർഡ് നിക്സൺ അവരെ വെയിറ്റ് ചെയ്യിച്ച ഒരു ചരിത്രം ഇവിടെയുണ്ട്. രാവിലെ 11 മണിക്ക് കാണാം എന്ന് പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്ന ആ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച നടന്നത് വൈകുന്നേരം 5 മണിക്കാണ്. അതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വൈറ്റ് ഹൗസിന്റെ ആ തിണ്ണയിൽ വേർത്തു കുളിച്ചിരുന്ന ഒരു ചരിത്രം വെറുതെ ഞാൻ റോണി കെ ബേബി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവിടേക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദി പോയിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊന്ന്, അമേരിക്കയും ഇന്ത്യയും ഈ ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങളാണ്, ജനാധിപത്യ ശക്തികളാണ്. ഈ 2 ജനാധിപത്യ ശക്തികൾ തമ്മിലുള്ള സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ് ആകണം. പിന്നെ ട്രേഡിന്റെ കാര്യവും ഇവരെടുക്കുന്ന നയത്തിന്റെ കാര്യവും അത് അമേരിക്കയായാലും ശരി ഇന്ത്യ ആയാലും ശരി സ്വീകരിക്കുന്ന നയങ്ങൾ എന്ന് പറയുന്നത് അതെപ്പോഴും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാവുന്ന രീതിയിലാണ്. അതായത് 2 കൂട്ടരും അവരവരുടെ രാജ്യത്തിന്റെ താല്പര്യവും അവരവരുടെ ഗുണവും തന്നെയാണ് അതിൻ്റെ അകത്ത് പ്രയോറിറ്റി കൊടുക്കുക. ട്രംപ് നോക്കുമ്പോൾ മോദിയായിട്ടുള്ള സൗഹൃദമൊക്കെ അവിടെ നിൽക്കും. പക്ഷേ ട്രംപിന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യം തന്നെയായിരിക്കും. അതേപോലെ തന്നെയാണ് തിരിച്ചുകൊണ്ടാവും. പക്ഷേ അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ കെമിസ്ട്രി ഒരുപാട് കാര്യങ്ങളെ ഒന്ന് ഈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയി കുറച്ചുകൂടെ നന്നായിട്ട് ആ ഒരു കെമിസ്ട്രി ഒരുപാട് കാര്യങ്ങളിൽ വർക്കൗട്ട് ആവും. അതല്ലാതെ ഇവർ ഈ സൗഹൃദം പേഴ്സണൽ സൗഹൃദം കീപ്പ് ചെയ്യാൻ വേണ്ടി രാജ്യ താല്പര്യം ആരും ബലി കഴിക്കില്ല. ഒരു ആത്മാഭിമാനമുള്ള ഒരു രാജ്യവും അതിന് ബലി കഴിക്കാൻ നിൽക്കുകയുമില്ല. പിന്നെ റോണി കെ ബേബി ഇവിടെ പറഞ്ഞ വേറൊരു കാര്യം, അമേരിക്കയുമായിട്ടുള്ള സൈനിക സഹകരണം എന്നുള്ളത് വെറുതെ വാങ്ങിക്കൂട്ടുകയാണ്. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ഡ്രോണുകളും സൈനിക ഉപകരണങ്ങളും ഒക്കെ ചുമ്മാ അങ്ങ് മേടിച്ച് വെറുതെ ഇവിടെ കൊണ്ടുപോയി കൂട്ടിയിടാൻ വേണ്ടിയിട്ടാണ്. എന്താ ഞാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ടതെന്നുള്ളത് എനിക്കറിയാം. ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. ഇവിടെ സോവിയറ്റ് യൂണിയനുമായി മാത്രമായിരുന്നു സൈനിക സഹകരണം ഉണ്ടായിരുന്നത് ഒരു കാലത്ത്, ഏതാണ്ട് 80കളുടെ അവസാനം വരെ. ഇവിടുത്തെ നമ്മുടെ ആയുധപ്പുരകളിൽ കുന്നുകൂടി കിടന്നിരുന്നത് മുഴുവനും സോവിയറ്റ് ആയുധങ്ങളായി, സോവിയറ്റ് വിമാനങ്ങളായിരുന്നു. MiG-21 അന്ന് മേടിച്ച MiG-21 കാര്യം ആ കാലത്ത് ഈ MiG-21 പകരം MiG-21 ഇന്ന് ഉപയോഗിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വ്യോമസേന ഇന്ത്യൻ വ്യോമസേന മാത്രമാണ്, ഇന്ത്യൻ എയർഫോഴ്സ് മാത്രമാണ്. എന്താ കാര്യമെന്നറിയാവോ? അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വേറെ അതിന് പറ്റിയൊരു വിമാനം ലോകത്തൊരിടത്തും അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല. അതുകൊണ്ടാണ് ഫ്ലൈയിങ് കോഫിൻസ് എന്നറിയപ്പെടുന്ന ആ MiG-21 വിമാനത്തിൽ ഇന്നും ജീവൻ പണയം വെച്ചുകൊണ്ട് നമ്മുടെ വൈമാനികർക്ക് കയറേണ്ടി വരുന്നത്. കാരണം സോവിയറ്റ് യൂണിയന്റെ കാൽ കീഴിൽ കിടക്കുകയായിരുന്നു ഇന്ത്യയുടെ ഡിഫൻസ് രംഗം മുഴുവനും. അവരുടേതല്ലാത്തൊരു വിമാനം വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റീപ്ലേസ്മെന്റ് സമയത്തും കാലത്തും നടന്നിട്ടില്ല. അവർ പറയുന്ന വിലയ്ക്ക് വാങ്ങി, അവർ പറയുന്ന കണ്ടീഷൻസിൽ ഇവിടെ സാധനം വാങ്ങി കൂട്ടുകയാണ്. അതായത് വ്യോമസേനയിലേക്ക് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നേക്കാം, ഇതിന്റെ ഈ ഓപ്പറേഷൻ മാനുവലുകൾ പോലും, വിമാനങ്ങളുടെയും ഉപകരണങ്ങളുടെയൊക്കെ ഓപ്പറേഷൻ മാനുവലുകൾ പോലും റഷ്യനിൽ മാത്രമായിരുന്നു സപ്ലൈ ചെയ്തിരുന്നത്. ഈ വിമാനങ്ങളുടെയൊക്കെ ഒരു നട്ട് മുമ്പോട്ട് മാറ്റാൻ പോലും റഷ്യയിൽ നിന്ന് സർവീസിന് ആൾ വരണമായിരുന്നു. ആ ലെവലിൽ കിടന്നിരുന്നതാണ് ഇന്ത്യയുടെ ഡിഫൻസ് രംഗം എന്ന് പറയുന്നത്. 70കളിൽ സോവിയറ്റ് യൂണിയനുമായിട്ട് തുടങ്ങിയത്. അതിൻ്റെയൊക്കെ പിന്നാമ്പുറ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അതെങ്ങനെയായിരുന്നു, അത് എന്തായിരുന്നു എന്നുള്ള ഒരു നെഗോസിയേഷനും ഇല്ലാതെയാണ് അവിടെ നിന്ന് ഈ ഡിഫൻസ് രംഗത്ത് ഫ്രാൻസുമായും സ്പെയിനുമായും അമേരിക്കയുമായും സോവിയറ്റ് യൂണിയനുമായൊക്കെ നെഗോസിയേഷനും ബാർഗൈനിങ്ങും ഒക്കെ നടത്തി ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങൾ നമ്മുടെ വ്യോമസേനയുടെയും നമ്മുടെ സേനയുടെയും ഭാഗമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. അടുത്ത കാലത്ത് ആലോചിച്ച് നോക്കണം. ഇവിടെ ചൈനയുടെ അതിർത്തിയിൽ
നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും ഇന്ത്യയുടെയും നയം എന്ന് പാർലമെന്റിൽ അനൗൺസ് ചെയ്ത ഒരു ഡിഫൻസ് മിനിസ്റ്ററുള്ള രാജ്യമായത്. അപ്പം അത് ആ ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊന്ന്, ഈ ഇവരെ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്ന കാര്യം നോക്കൂ. ഈ കൈകാലുകളിൽ വിലങ്ങണിയിച്ച് കൊണ്ടുവരുന്ന അത് എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടാകുമെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിലങ്ങണിയിച്ച് കൊണ്ടുവന്നവര്, ഇവിടെ കൊണ്ടുവന്നവരില് കുറെ അധികം പേരെ, അതായത് സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ജയിച്ചില്ല, അല്ലാത്തവരെ ഒഴിവാക്കുക. ആരെയാണ് ഈ വിലങ്ങണിയിച്ചത്? അവിടെ അനധികൃതമായി നുഴഞ്ഞു കയറി അവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവിടെ മയക്കുമരുന്ന് കച്ചവടം നടത്തി അടിപിടി ഉണ്ടാക്കി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പക്ക ക്രിമിനൽസ്, അങ്ങനെയുള്ളവരെ മാത്രമാണ് അവരെന്ന് കൈകാലുകളിൽ ചങ്ങലയിട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണോ? എനിക്ക് സംശയമുണ്ട്. ഞാൻ അതിലൊന്ന് സജിമോന്റെ അടുത്തുകൂടി പോവുകയാണ്. സജിമോൻ